ചങ്ങായിമാരെ, നമ്മളെ കർമ്മ തള്ളച്ചിന്റെ അവസ്ഥ കണ്ട് ഞങ്ങൾക്ക് ചിരിയും വരുന്നു, സങ്കടവും വരുന്നു. ഇപ്പൊ താലിബാനെ പൊക്കി പറയേണ്ട അവസ്ഥയിലെന്നുള്ളേ. കുറെ കാലം താലിബാൻ ഈ അഫ്ഗാനിസ്ഥാനെല്ലാം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന തള്ളച്ചിയാണ്. ഇപ്പൊ ഇന്നലെ തൊട്ടിട്ട് താലിബാൻ നമ്മളെ സ്വന്തം, താലിബാനെ പോലത്തെ നല്ല മനുഷ്യന്മാർ വേറിയില്ലാന്നും പറഞ്ഞ് ഇങ്ങനെ കർമ്മേന്ന് തള്ളേണ്ട അവസ്ഥയാണ് നമ്മളെ കർമ്മ തള്ളച്ചിക്ക് വന്നിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ മന്ത്രിമാർ ഇന്ത്യയിൽ വന്നതുമായി ബന്ധപ്പെട്ടിട്ട് തള്ളച്ചി കർമ്മയിൽ ഒരു വീഡിയോ ഇട്ടിന്. ആ വീഡിയോ കണ്ടപ്പം അത് നിങ്ങൾ ആ സുന്ദരമായ വീഡിയോ നിങ്ങളെയും കൂടി കാണിച്ചു തന്നേ പറ്റും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ തള്ളച്ചിന്റെ ആ വീഡിയോ ആയിട്ട് വന്നത്. നമുക്കെന്തായാലും കർമ്മ തള്ളച്ചി എന്താണ് തള്ളുന്നെന്ന് കേട്ടിട്ട് വന്നാലോ. ബാ. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഒരു ചെറിയ മീനല്ല, കൊലക്കൊമ്പൻ സ്രാവ് തന്നെയാണ്. അത് മനസ്സിലാക്കി നീങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൌശല നയതന്ത്രത്തിന് വലിയ കയ്യടി. എങ്ങനെ കയ്യുന്നു തള്ളച്ചി ഇങ്ങനെ നിറം മാറാൻ വേണ്ടിട്ട്? ഓന്തില്ലേ, ഓന്ത് വരെ നാണിച്ചു പോയി നിങ്ങളെ നിറം മാറ്റം കണ്ടിട്ട്. എന്നാലും എന്റെ തള്ളച്ചി എങ്ങനെ സാധിക്കുന്നതല്ലോ. മുന്നേല അമീർ ഖാൻ മുത്താക്കി എന്ന് പറയുമ്പോ കുരുപൊട്ടുന്ന തെറി വിളിച്ചോണ്ടിരുന്ന ഈ തള്ളച്ചി ഇപ്പൊ നമ്മളെ സിനിമാ നടൻ അമീർ ഖാനില്ലേ, ബോളിവുഡ് നടൻ അമീർ ഖാനെ കണ്ടപ്പോഴത്തെ അത്രയും സ്നേഹത്തോടു കൂടിയാണ് അമീർ ഖാൻ മുത്താക്കി എന്നെല്ലാം വിളിക്കുന്നത്. എല്ലാം നമ്മുടെ ജിയുടെ അനുഗ്രഹം. നമുക്ക് തള്ളച്ചിയുടെ അടുത്ത വാക്കുകളിലേക്ക് പോകാം. കയ്യടി. മോദി വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ പിന്തുണ കൂട്ടാൻ ഇതിലും വലിയൊരു മറുമരുന്ന് ഇനി ഉണ്ടാവില്ല. ഇതറിഞ്ഞു തന്നെയാണ് ഭാരതത്തിന്റെ ഓരോ നീക്കവും. AIAIM നേതാവ് താലിബാന്റെ ഇന്ത്യയിലേക്കുള്ള വരവിന് നൽകിയ പിന്തുണയിൽ നിന്ന് കാര്യങ്ങൾക്ക് തുടക്കമായി. അല്ലപ്പാ തള്ളച്ചി, ഈ താലിബാൻ ഇന്ത്യയിൽ വരുന്നതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തിനാ സന്തോഷിക്കേണ്ടത്? താലിബാനും ഇന്ത്യയിലെ മുസ്ലിങ്ങളും തമ്മിൽ എന്ത് ബന്ധം ഉള്ളത് തള്ളച്ചി? നിങ്ങൾ സംഘികൾ തന്നെ അവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു, നിങ്ങൾ സംഘികളെ തന്നെ അവർ നല്ലവരെന്നും പറയുന്നു. നിങ്ങളായി അവരായി നിങ്ങളെ പാടായി. പിന്നെ ഇന്ത്യയിൽ തീവ്രവാദികളെ കൊണ്ട് കാര്യമുണ്ടെങ്കിൽ അത് സംഖ്യക്ക് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. തള്ളച്ചി വിചാരിച്ച് തള്ളച്ചിന്റെ ഈ ഊക്കുണ്ടല്ല, സ്നേഹത്തോടു കൂടിയുള്ള ഊക്ക്, ഈ ഊക്കായിരിക്കും മനസ്സിലാവൂലെന്ന്. എല്ലാ തള്ളച്ചി ഇതൊന്നും മനസ്സിലാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും സംഘികളെ പോലെ പൊട്ടന്മാരല്ലാട്ടാ. അതുകൊണ്ട് താലിബാൻ ഇന്ത്യയിൽ വരുന്നതിന് ഇന്ത്യയിലെ മുസ്ലിംക്ക് യാതൊരു സന്തോഷവുമില്ല, സങ്കടവുമില്ല. അതൊക്കെ ഓരോരോ രാജ്യങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാട്ടാ. നമുക്ക് തള്ളച്ചിയുടെ അടുത്ത കൊത്തിത്തിരിപ്പിലേക്ക് പോകാം. വാ. UPയിൽ മദ്രസ പഠനവും ഇസ്ലാമിക മതപഠനവും നടത്തുന്ന ഏറ്റവും വലിയ സ്കൂളായ ദാറുൽ ഉലൂം ദിയാബന്ദിലേക്കുള്ള മുത്തഖിയുടെ വരവും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മോദിയുടെ നയതന്ത്രത്തിനോടുള്ള വിശ്വാസം കൂട്ടി. യഥാർത്ഥത്തിൽ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഇന്ത്യ സന്ദർശിച്ചതിനെതിരെ വലിയ ഒച്ചപ്പാടുണ്ടാക്കാൻ ശ്രമിച്ച പ്രിയങ്ക ഗാന്ധിക്ക് വലിയ പിന്തുണ ലഭിച്ചില്ല. മതപഠനം നടത്തുന്ന ഒരാളെല്ലാം നമ്മളെ തള്ളച്ചി ഇത്രയും ബഹുമാനത്തോടു കൂടി അഭിസംബോധന ചെയ്യുമ്പോഴല്ല അനക്ക് സത്യത്തിൽ ചിരിക്കണോ കരയണോ എന്ന് തിരിയുന്നില്ല കേട്ടോ. പിന്നെ തള്ളച്ചിണ്ട് പറഞ്ഞ് താലിബാൻ വരുന്നതിന് പ്രിയങ്ക ഗാന്ധി പ്രതിഷേധിച്ചെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചേക്കട്ടെ. ഇതിപ്പോ ഇന്ത്യ മുന്നണി എങ്ങാനും ഭരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എങ്ങാനും പ്രധാനമന്ത്രിയായ സമയത്തെങ്ങാനും താലിബാൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്ത്യന്റെ അവസ്ഥ? ഈ സംഘികൾ ഇന്ത്യ കുട്ടിച്ചോറാക്കിയിട്ടുണ്ടോ അല്ലെ? എത്രമാത്രം കലാപം ഈ സംഘികൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇന്ത്യ സഖ്യം തീവ്രവാദികളെ കൊണ്ടുവന്നും പറ്റി ഇവരുടെ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇവർക്കായാലും എന്തും ചെയ്യാം. ഇവരെ തെയ്യം, ഇവരെ മഞ്ഞക്കുറി, ആടടാ ആട്. എന്നാൽ ആകെ ഒരു സന്തോഷം എന്നറിയാം, തള്ളച്ചീനെ കൊണ്ട് മുസ്ലിമെന്നും മദ്രസാന്നും മതപഠനം എല്ലാം ഇങ്ങനെ ബഹുമാനത്തോടു കൂടി പറയിപ്പിക്കാൻ ദൈവത്തിനെ കൊണ്ട് പറ്റില്ല. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷട്ടാ. നമുക്ക് തള്ളച്ചിയുടെ അവസാന തള്ളലിലേക്ക് പോകാം. വനിതാ മാധ്യമ പ്രവർത്തകരെ അമീർ ഖാൻ മുത്താഖിയുടെ വാർത്താ സമ്മേളനത്തിന് ക്ഷണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ മാധ്യമ പ്രവർത്തകരെ ഇളക്കിവിടാൻ കോൺഗ്രസ് ജിഹാദി ശ്രമം നടന്നിരുന്നു. ഈ ശ്രമവും പാളി. കാരണം മുസ്ലിം വിഭാഗത്തിൽ നിന്നും മോദി സർക്കാരിന്റെ ഈ നീക്കത്തിന് വലിയ കയ്യടി ഉയർന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും. ഇത് കണ്ടിട്ടുണ്ടല്ല, മുസ്ലിങ്ങൾ രാവിലെയും വൈകുന്നേരം വീടിന് പുറത്തിറങ്ങിയിട്ട് കൈയടിക്കലാണ്. ഒരേ കൈയടി. പണ്ട് കൊറോണയുടെ സമയത്ത് സംഖ്യകൾ കൈയടിച്ചില്ലേ, ഗോ കൊറോണ ഗോ കൊറോണ. അതുപോലെ മുസ്ലിങ്ങൾ ഇത് കണ്ടിട്ട് പുറത്തിരുന്നിട്ട് ഒരേ കൈയടിയാണ്. എന്ത് തള്ളാന്ന് തള്ളുന്നെന്റെ തള്ളച്ചി, ഒന്ന് നിർത്തിയിട്ട് പോയാട്ടെ നിങ്ങളൊന്ന്. ഇതേ തള്ളച്ചിയെല്ലാം കുറെ കാലം വരെ ചൈനനെ തെറി വിളിച്ച് നടക്കണം. ഇപ്പൊ ഉണ്ടല്ലോ ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ് നടക്കേണ്ട അവസ്ഥ വന്നില്ലേ തള്ളച്ചി. ഇതെല്ലാം നിങ്ങളെ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കി തരുന്ന ശിക്ഷയാണ്. നിങ്ങളെ തന്നെ തരുന്ന ശിക്ഷ. പിന്നെന്താ പറഞ്ഞ സ്ത്രീകളെ വാർത്താ സമ്മേളനത്തിൽ വിടാത്തത് മുതലെടുപ്പ് നടന്നില്ല എന്നാ. എന്റെ തള്ളച്ചിയെ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ സ്ത്രീകളായ മാധ്യമപ്രവർത്തകർക്ക് അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞത് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ സംഘികൾ പറഞ്ഞുകൊണ്ടൊന്നല്ല. നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾ ആദ്യം ചെയ്ത തെറ്റ് നിങ്ങൾ തിരുത്തിയതാണ്. അത് ഭയങ്കര കഴിവായിട്ട്, അത് സംഘികളെ കഴിവായിട്ട് കൊണ്ടു നടക്കല്ല കേട്ടോ ചേച്ചി. എന്നാൽ ഇന്നലെ ഒരുപാട് സന്തോഷമുണ്ടല്ലോ തള്ളച്ചിയെ. കാരണം ഉണ്ടല്ല, മതപഠനം മദ്രസാന്നും മുസ്ലിമെന്നും എല്ലാം ഈ അമീർ ഖാൻ മുത്താക്കി എന്നെല്ലാം എത്രമാത്രം ബഹുമാനത്തോടു കൂടിയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ കൊണ്ട് മുസ്ലിമെന്നെല്ലാം ഇത്രയും ബഹുമാനത്തിൽ പറയിപ്പിച്ചില്ല. അതാണ് എന്റെ തള്ളച്ചിയെ. എല്ലാ ചെയ്യത്തിനും ദൈവം തിരിച്ചടി നൽകുന്നു പറയുന്നത്. നിങ്ങളിത് ഇഷ്ടം കൊണ്ടൊന്നല്ല മുസ്ലിമെന്നും മതപഠനം അമീർ ഖാൻ മുത്താക്കി എന്നെല്ലാം വിളിക്കുന്നത് നമുക്കറിയാം. ഉള്ളില് ഭയങ്കര കുശുപ്പോടുകൂടി തന്നെ വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ അവസ്ഥ
നിങ്ങളെ ജീ തന്നെ ഉണ്ടാക്കി തന്നതാണ്. നിങ്ങളെ ജീ വെച്ച വെടി നിങ്ങളെ കുണ്ടിക്കന്നെ കൊണ്ട്, അതിപ്പോ സ്ഥിരമായിട്ട് ജീ വെക്കുന്ന വെടിയെല്ലാം നിങ്ങൾ സംഘികളെ കുണ്ടിക്കന്നെ കൊള്ളുന്നു. എന്നാലും താലിബാനും അഫ്ഗാനിസ്ഥാനും നല്ല കർമ്മ ന്യൂസിൽ ഇത്രയും ബഹുമാനത്തോടെ വിളിക്കുന്നു ആരെങ്കിലും കരുതിയിട്ടുണ്ടാ? ഈ തള്ളച്ചി കരുതിയിട്ടുണ്ടാ? എല്ലാം ദൈവത്തിന്റെ ഓരോരോ മറിമായങ്ങൾ തന്നെ. ട്രംപിനെ ദൈവമായി കൊണ്ടുവരുന്ന തള്ളച്ചി ഇപ്പൊ ട്രംപിനെ തെറി വിളിക്കുന്നത്. ഇനിയിപ്പോ കുറച്ചു കാലം കഴിഞ്ഞിട്ടില്ല നെതന്യാഹുവിനെ വരെ ഈ തള്ളച്ചിലും തെറി വിളിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റും കേട്ടാ. എന്നാലും കർമ്മ തള്ളച്ചിയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് എന്നെ കർമ്മത്തള്ളച്ചിയെ. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വരണം, നിങ്ങൾക്ക് ഇതിലും വലുത് കിട്ടണം. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.